പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്നതാണ് മദീനയിലെ 1500ഓളം വർഷം പഴക്കമുള്ള ബിർ ഓറസ്. അതായത് ഈ കിണറ്റിലെ വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മയ്യിത്ത് ജനാസ കുളിപ്പിച്ചത്. അങ്ങനെ ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് എൻ്റെ ജനാസ കുളിപ്പിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിയായി ഇഷ്ടപ്പെട്ട ഒരു കിണറാണ് ബിർ ഓറസി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഈ കിണറ്റിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വുളൂ ചെയ്തിട്ടുണ്ട്. വുളൂ ചെയ്ത ബാക്കി വെള്ളം ഈ കിണറ്റിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ കിണർ വലിയ ബറക്കത്ത് ഉള്ള കിണറായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഈ കിണറ്റിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്, ദാഹം അകറ്റിയിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ കിണർ ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കിണർ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ഈ കിണറിൽ നിന്ന് ധാരാളമായി വെള്ളം ഉപയോഗിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കിണറിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകൾ ധാരാളമുണ്ട്. ഇന്നി അസ്ബഹ്തു അലാ ബിഇരിൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കിണറിന്റെ അരികിൽ ഞാൻ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് തങ്ങൾ പറയുമ്പോൾ തങ്ങൾ ഇരിക്കുന്നത് ഈ കിണറിന്റെ അടുത്താണ്. ആ കിണർ, സ്വർഗത്തിൽ നിന്നുള്ള ആ കിണർ ഈ ബിർ ഓറസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിഅമൽ ബിർ ഓറസ് ഹിയ മിൻ ഉയൂനിൽ ജന്ന, സ്വർഗത്തിന്റെ ഉറവയിൽ നിന്നുള്ളതാണ് ഈ കിണർ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത്വയബുൽ മിയാഹ്, വെള്ളങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സ്വാദ്, നല്ല പരിശുദ്ധമായ വെള്ളം എന്നൊക്കെ ഈ കിണറിലെ വെള്ളത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വല്ലിപ്പയായ മാലിക് ഇബ്നു നുഹാത്ത് എന്നവരാണ് ഈ കിണർ കുഴിക്കുന്നത്. ഏതായാലും ഈ കിണർ വളരെ ബറക്കത്തുള്ള കിണറാണ്. നല്ല പരിശുദ്ധിയോടുകൂടെ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ സാധിച്ചിട്ടില്ല, സമയം കഴിഞ്ഞതുകൊണ്ട്. പിന്നീട് നമുക്ക് കാണാൻ വിധിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.